യെസ്, നമ്മൾ ഇന്ന് വെസ്റ്റേജിന്റെ എല്ലാ പ്രോഡക്റ്റുകളും ഏതാണ് ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്നത് പോലെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പ്രോഡക്റ്റ് ക്രാൻബെറി. വുമൻസ് ഹെൽത്ത് കാറ്റഗറിയിൽ വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്കും നമ്മുടെ പല ആളുകൾക്കും ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പൊ ചൂസ് ചെയ്യാൻ തന്നെ വളരെ പ്രധാനപ്പെട്ട കാരണം ഇത്രയും മഴക്കാലമായിട്ടും അവർ പല നമ്മുടെ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സ് DLCP വന്ന് അല്ലെങ്കിൽ ലീഡേഴ്സുമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൂത്രച്ചൂട് ഇപ്പോഴും വിട്ടുപോകുന്നില്ല, എന്താണ് സൊല്യൂഷൻ വേണ്ടേ? അപ്പൊ സൊല്യൂഷനെ കുറിച്ച് വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾ എല്ലാവരും യെസ് ടൈപ്പ് ചെയ്യാം. നമ്മൾ ഇന്ററാക്ഷൻ സെക്ഷൻ ആണേ. മുമ്പ് സെഷൻ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും, നമ്മൾ മറ്റു സെഷൻ പോലെ ഇരിക്കുകയല്ല, ജസ്റ്റ് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ. യെസ്, ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. അപ്പൊ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. മൂത്രത്തിൽ പഴുപ്പ്, വളരെ ലളിതമായി പറഞ്ഞാൽ മൂത്രക്കുഴൽ, മൂത്രസഞ്ചി, കിഡ്നി എന്നിവയിൽ കണ്ടുവരുന്ന പഴുപ്പാണ് യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷനിലേക്ക് പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. നമ്മൾ പലരും വെള്ളം കുടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണാൻ പോകും. പക്ഷെ നമ്മൾ വെസ്റ്റേജിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റുകൾ കഴിക്കുന്നത് വഴി നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ പരമാവധി വരാറില്ല. എങ്കിലും നമുക്ക് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സ്ത്രീകളിൽ അല്ലെങ്കിൽ സഹോദരിമാർക്കാണ്. വർഷത്തിൽ 81 ലക്ഷം പേർക്ക് ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം ഹോസ്പിറ്റലിൽ എത്തുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സോ എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഈ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ എന്ന് മനസ്സിലാക്കുക. അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് പോവാണേ. യൂറോപ്യൻ ക്ലോസറ്റ് അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റുകൾ, ഇതിന്റെയൊക്കെ ഉപയോഗം നമ്മൾ വീടുകളിൽ, ഓഫീസുകളിൽ ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ പുരുഷന്മാർക്കും അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്കൊക്കെ വരാറുണ്ട്. ബട്ട് അല്ലാതെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ വരുന്നത്. കാരണം അവർ യൂറിനേറ്റ് ചെയ്യുന്ന മോഡ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ക്ലോസറ്റും അല്ലെങ്കിൽ പബ്ലിക് ടോയ്ലറ്റ് എവിടെയാണോ അതിന്റെ കോൺടാക്ട്സ് വളരെ അടുത്തായതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ UTI അല്ലെങ്കിൽ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് വരുന്നത്. അപ്പോൾ മറ്റു സ്ത്രീകൾക്ക്, മറ്റാരെങ്കിലും നമ്മൾ ഈ പബ്ലിക് ടോയ്ലറ്റുകളോ മറ്റെങ്കിലും വാഷ്റൂമോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആർക്കെങ്കിലും ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ 100% നിങ്ങൾക്കും അത് വരാം. അല്ലെങ്കിൽ നമ്മൾക്ക് വരാം. നമ്മളുടെ മക്കൾ പലരും കോളേജിൽ പോകുന്നവരുണ്ട്, പലരും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകാറുണ്ട്. ഇത്തരം ആവശ്യങ്ങൾ, പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പോകാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ വീട്ടിലേക്കും വരുന്നു, അങ്ങനെ നമ്മളിലേക്കും എത്തിച്ചേരുന്നു. ഇത് സാധാരണഗതിയിൽ ഡോക്ടേഴ്സൊക്കെ ആന്റിബയോട്ടിക്കുകൾ ആണ് നൽകുന്നത്. അങ്ങനെയാണ് രോഗം ശമിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കുമ്പോൾ ടെമ്പററി ആയിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാവും, ഒരു 3 മാസത്തേക്ക്, മാക്സിമം ഒരു 6 മാസം. ഇത് കഴിയുമ്പോൾ ഇത് തിരിച്ചും നമ്മളിലേക്ക് വരും. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നവരൊക്കെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്യാം. ഉണ്ട്, അങ്ങനെ റിപ്പീറ്റ് ചെയ്തായിട്ട് നിങ്ങൾക്ക് പരിചയമുള്ളവരാവാം, നമ്മുടെ ഫാമിലിയിലുള്ളവരാവാം, അല്ലെങ്കിൽ പേഴ്സണലി ആവാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സൊല്യൂഷനിലാണ് ഇനി നമ്മൾ പോകുന്നത്. യെസ്, ആന്റിബയോട്ടിക് കൊടുക്കുന്നു. 20% പഠനങ്ങളിൽ പറയുന്നത് 20% സ്ത്രീകൾക്കാണ് രോഗലക്ഷണങ്ങളിൽ 6 മാസം കൊണ്ട് വീണ്ടും കാണപ്പെടുന്നു. 20% മിനിമം ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിന്റെ മാക്സിമം പറയുമ്പോൾ 70% വരെയും വരുന്നുണ്ട്. പുരുഷന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർക്കും UTI വരുന്നുണ്ട്. ശരീരഘടന അനുസരിച്ചിട്ടാണ് UTI വരുന്നത്. പക്ഷെ ശരീരഭാരം കൂടുക, അല്ലാതെ നോർമൽ ആണെങ്കിൽ ശരി, ഒരു 50% പേർക്കും ഇത് കണ്ടുവരുന്നുണ്ട്. ശരിയായ രീതിയിൽ കൃത്യമായ ചികിത്സ നൽകിയിട്ടില്ലെങ്കിൽ 100% കിഡ്നിയെ ബാധിക്കാനുള്ള എല്ലാ സാധ്യതകളും ഈ UTI എന്ന് പറയുന്ന മൂത്രത്തിൽ പഴുപ്പ് എന്ന് വളരെ ലളിതമായി പറയുന്ന ഈ ഒരു അസുഖത്തിന് കാരണമാവുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കരിക്കും വെള്ളം, അല്ലെങ്കിൽ നാരങ്ങാ നീര്, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം, ചിലർ ബാർലി വെള്ളം, ഇങ്ങനെയൊക്കെ കുടിച്ച് നമ്മൾ 1-2 ദിവസം റെസ്റ്റ് ഒക്കെ എടുത്ത് നമ്മൾ അങ്ങനെ അതിനെ മാറ്റിയെടുക്കും. പക്ഷെ ഇത് ക്രമേണ എവിടേക്ക് പോകും? നമ്മുടെ കിഡ്നിയിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. ഇനി രോഗലക്ഷണങ്ങൾ നമുക്ക് നോക്കാം. മൂത്രം അമിതമായിട്ട് ഒഴിക്കുന്ന സമയത്തോ അല്ലാതെയോ അമിതമായിട്ട് കടച്ചിലുണ്ടാവുക, കൂടെ മൂത്രം ഒഴിക്കാൻ തോന്നുക,
കുറച്ച് മാത്രം മൂത്രം പുറന്തള്ളുക, മൂത്രം പിടിച്ചു വെക്കാൻ കഴിയാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും ഒരു യൂറിൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരിക. അതുകൂടാതെ തന്നെ കുറച്ചും കൂടി അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കണം, മൂത്രത്തിൽ ബ്ലഡിന്റെ അംശം കാണുക, അതായത് ലൈറ്റ് ആയിട്ട് കളർ ഡിഫറൻസ് വരിക. ഇനി അടുത്തത് കുറച്ചും കൂടി ലളിതമാക്കുകയാണെങ്കിൽ മൂത്രത്തിൽ വെളുത്ത നിറമായിട്ട് വരിക. വെളുത്ത നിറം പറയുമ്പോൾ പാല് പോലെ പതഞ്ഞു പോകുന്ന അവസ്ഥ. ഇത് കൂടാതെ തന്നെ മൂത്രത്തിൽ അമിതമായിട്ടുള്ള ദുർഗന്ധം അല്ലെങ്കിൽ വാസന അനുഭവപ്പെടുക. ഇതൊക്കെ രോഗലക്ഷണത്തിന്റെ ഒരു ഘട്ടമാണ്. അതുകൂടാതെ തന്നെ നാഭിവേന അല്ലെങ്കിൽ പൊക്കിളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വയറ് അടിവയറൊക്കെ വേദനിക്കുന്നത് ഒരു രോഗലക്ഷണമായിട്ട് ഇതിന് പറയാം. ഇത്രയും കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട്സിൽ ആരെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈൻ പ്രോഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ക്രാൻബെറി. ഈ ക്രാൻബെറി എന്ന് പറയുമ്പോൾ നോർത്ത് അമേരിക്കയിലാണ് വർഷം മുഴുവൻ ഈ ചെടി കാണുന്നുണ്ട്. അതിൻ്റെ ഇലയും പഴവും മൂത്രാശയ രോഗങ്ങൾക്ക്, വയറ് ലിവർ സംബന്ധമായ അസുഖങ്ങൾക്ക്, മുറിവ് ഉണങ്ങുന്നതിനൊക്കെ പരമ്പരാഗതമായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വെൽനസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് ഇന്ന് ലോകത്തെ എല്ലാ സ്ഥലത്തും ക്രാൻബെറി വലിയൊരു സാധ്യതയാണ്. ഈ ക്രാൻബെറിയിലെ ഡിമോനോസ് എന്നൊരു ഘടകമുണ്ട്. DMANNOS എന്നാണ്. അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഡിമോനോസ് എന്ന് പറയും, മോനോസ് എന്ന് പറയും, അങ്ങനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ്. അതിന്റെ ടോപ്പിക് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഗ്ലൂക്കോസിന് പകരം നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ആവശ്യമാണ്. അതൊരു തരം മധുരമാണ്. ഈ ഡിമോനോസ് എന്നൊരു ഘടകം ക്രാൻബെറിയിലെ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷനെ പരിഹരിക്കാൻ ഒരു പ്രധാന ഘടകമാണ്. മൈ ഡിയർ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾക്ക് ഇതുവരെയും ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ സി എന്ന് ടൈപ്പ് ചെയ്യാം. യെസ്, മുജിയ സാറേ, താങ്ക് യു. സമീറ മാഡം, താങ്ക് യു. ഓക്കെ, അപ്പൊ ഇത് ആപ്പിളിലുണ്ട്, ഓറഞ്ചിലുണ്ട്, പീച്ചിലുണ്ട്, ബ്ലൂബെറിയിലുണ്ട്, ക്രാൻബെറിയിലുണ്ട്. പക്ഷെ ക്രാൻബെറിയിലെയാണ് ഏറ്റവും പ്രകൃതിദത്തമായി നമ്മുടെ നേരത്തെ പറഞ്ഞുള്ള യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷനെ പരിഹരിക്കാൻ ഏറ്റവും സഹായകരമായിട്ടുള്ളത്. മറ്റേതിലൊക്കെ ഉണ്ട്, ഈ പറയുന്ന ആപ്പിളിലും ഓറഞ്ചിലും പീച്ചിലും ബ്ലൂബെറിയിലും ഒക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ക്രാൻബെറിയാണ്. ഈ ക്രാൻബെറിയിലെ ഈ ഡിമോനോസ് കൂട്ടുകൾ, ഈ കൂട്ട് ഫലപ്രദമായിട്ടുള്ള ചികിത്സയിലേക്ക്, ഈ ഒരു കൂട്ടാണ്, ഈ കൂട്ട് ചികിത്സയെ ഫലപ്രദമായി വിജയത്തിലേക്ക് എത്തിക്കാൻ വിവിധ തരത്തിലുള്ള പഠനങ്ങൾ, പല സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ഡാറ്റാസും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഒരുപാട് റിസർച്ചുകളിലും ഈ ഒരു ഘടകം ഡിമോനോസ് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ക്രാൻബെറിയിൽ സിട്രിക് ആസിഡ് ഉണ്ട്. ഈ സിട്രിക് ആസിഡ് മൂത്രസഞ്ചിയിൽ ഉണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നു. മൂത്രസഞ്ചി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് മാത്രമേ യൂറിനേറ്റ് ചെയ്യാൻ പറ്റൂ. അവിടെ ഉണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനുകളോ ബാക്ടീരിയലോ വൈറൽ ഫീവറുമായിട്ടുള്ള കാറ്റഗറി ഏതെങ്കിലും തരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ ഇതിലടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡിനെ കൊണ്ട് സഹായിക്കുന്നുണ്ട്. ഇനി മൂത്രക്കുഴലിലുണ്ടാവുന്ന ചൊറിച്ചിലുകൾ ഉണ്ടാവാറുണ്ട്. ധാരാളം യൂറിനേറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലാത്തതുമായിട്ടുള്ള സമയത്ത് നമുക്ക് ചൊറിച്ചിലുകൾ വരുന്നുണ്ട്. ഇതിനെ അകറ്റാനും ഈ ഡിമോനോസിന് കഴിയുന്നുണ്ട്. ഇനി ഡിമോനോസ് ദഹന പ്രക്രിയയെ പരിപോഷിക്കുക, അല്ലെങ്കിൽ ദഹന പ്രക്രിയ നമ്മുടെ ഡൈജഷനെ പ്രോപ്പർ ആക്കി എടുക്കാൻ കഴിയും. അതുകൂടാതെ നമ്മുടെ ചർമ്മരോഗങ്ങൾ വിവിധ തരത്തിലുള്ള ചർമ്മരോഗങ്ങൾക്ക് ഒരു പരിഹാരമായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ, ചർമ്മരോഗത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മുടിയുടെ ആരോഗ്യം. ചർമ്മത്തിൽ എന്തെങ്കിലും തരത്തിൽ എഫക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് മുടിയിലേക്ക് പതുക്കെ പതുക്കെ ബാധിക്കാൻ തുടങ്ങും. അപ്പൊ മുടിയുടെ ആരോഗ്യം നിലനിർത്താൻ ക്രാൻബെറി എന്ന പ്രോഡക്റ്റ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ യൗവനം നിലനിർത്താം, അല്ലെ? മുടിയൊക്കെ കൊഴിച്ചിലില്ലാതെ ഇങ്ങനെ നമുക്ക് സുന്ദരന്മാരുമായിട്ട് നിൽക്കണമെങ്കിൽ
അല്ലെങ്കിൽ ആന്റി ഏജിങ്ങിന് സഹായിക്കുന്ന ഘടകങ്ങളെല്ലാം നമ്മുടെ ക്രാൻബെറിയിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി ആരൊക്കെ ഉപയോഗിക്കണം? ഇനി ഇതിനെ നമുക്ക് ഒന്നുകൂടെ ഡീപ്പായിട്ട് പറയാം. ഒരു ഔട്ട്ലൈൻ ആദ്യം തരികയാണ്. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർ നമുക്ക് ക്രാൻബെറി ഉപയോഗിക്കാം. മുമ്പ് മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവർക്ക് ഉപയോഗിക്കാം. അതായത് UTI വന്നവർക്ക് നമുക്ക് ഉപയോഗിക്കാം. കോളേജുകളും സ്കൂളുകളും ഹോസ്റ്റലുകളും പബ്ലിക് വാഷ്റൂമുകൾ അല്ലെങ്കിൽ ശൗചാലയങ്ങൾ ഉപയോഗിക്കുന്ന അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം. ഇനി വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ, അവർക്ക് ഉണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പോക്ക് ഉണ്ടാവാറുണ്ട്. അത്തരം ആളുകൾക്കും യൂറിനൽ ട്രാക്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർക്കും ഉപയോഗിക്കാം. വെള്ളം ആവശ്യത്തിന് ഉപയോഗിക്കണം എന്നതാണ് ഒരു കാര്യം. ഇനി നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൂത്രാശയത്തിന്റെ അണുബാധയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു യൂറിനൽ ട്രാക്ട് ഇൻഫെക്ഷൻ. മൂത്രനാളിയിലും വൃക്കകളിലും ഗർഭാശയങ്ങളിൽ വരെ ഇതിന്റെ UTI അണുബാധയ്ക്ക് സാധ്യതയുണ്ട്. UTI ലക്ഷണങ്ങളെ കുറിച്ച് ഒന്നുകൂടെ ഞാൻ പറയാം. ഇനി പുതിയ ആരൊക്കെയോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ട് അവർക്ക് കൂടി സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ ആവർത്തിക്കാം. മൂത്രം ഒഴിക്കുമ്പോൾ വേദന, ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാൻ തോന്നുക, കലങ്ങിയ മൂത്രം അല്ലെങ്കിൽ ബ്ലഡിന്റെ അംശം ഉണ്ടാവുക, ചുവന്ന നിറത്തിൽ പോവുക എന്ന് പറയും പോലെ പതഞ്ഞു പോവുക, അസഹ്യമായ ദുർഗന്ധം, ഇതെല്ലാം വരാറുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ നമ്മളെല്ലാവരും കോംബയോട്ടിക്സ് എന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രീബയോട്ടിക്സ്, പ്രോബയോട്ടിക്സ് കാറ്റഗറിയിൽ വരുന്ന പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഇത് വളരാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ UTIയിൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ കറക്റ്റ് ആക്കിയാലും നമുക്ക് എന്ത് പറ്റും? അതാണ് വെസ്റ്റീജ് ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ തരുമ്പോൾ മറ്റു കുറെ ഗുണവിശേഷങ്ങൾ കൂടി തരുന്നു. അപ്പൊ കോംബയോട്ടിക്സ് ദഹന പ്രക്രിയയെ സുഗമമാക്കാൻ പറ്റും. അതുവഴി എന്ത് പറ്റും? നമ്മുടെ UTIനെ ഒരു പരിധി വരെ സഹായിക്കും. ഇനി നമുക്ക് പലപ്പോഴും മോഷനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ മലദ്വാരം അല്ലെ, കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുന്നത്, ഇതൊരു ട്രെയിനിങ് ക്ലാസ് ആണ്, അതുകൊണ്ട് ഇത്തരം വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവരോടും സദയം ക്ഷമ ചോദിക്കുകയാണ്. മലദ്വാരത്തിന് ചുറ്റുമുള്ള ചർമ്മത്തിൽ മൂത്രനാളിയിലേക്കുള്ള ബാക്ടീരിയ പടരുന്നത് സാധ്യത വളരെ വളരെ കൂടുതലാണ്. നമുക്കൊക്കെ അറിയാം, നമ്മളൊക്കെ മുതിർന്ന ആളുകളാണ്, ഇതിന്റെയൊക്കെ സാധ്യത കൂടുതലാണ്. ഇത്തരത്തിലും നമുക്ക് UTI അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ്. ഇനി നമുക്ക് നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ ശുചിത്വം പാലിക്കുക. അതിന് നമുക്ക് ധാരാളം പ്രോഡക്റ്റുകൾ നമ്മുടെ വെസ്റ്റീജ് തന്നിട്ടുണ്ട്. ഇത്തരം ശുചിത്വപരമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന വഴി നമുക്ക് ഈ പ്രശ്നത്തേക്ക് പരിഹരിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോണേ. ഈ ബാക്ടീരിയ മൂലം ഉണ്ടാവുന്ന ഈ രോഗത്തെ നമുക്ക് മൂത്രനാളിയിലെ അണുബാധയെ ചികിത്സിച്ചില്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു മറ്റു പല കിഡ്നിയെ വരെ ബാധിക്കുന്ന അവസ്ഥയിലേക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. രോഗനിർണയത്തിന് സാധാരണ രീതിയിൽ എന്തൊക്കെ ചെയ്യാറുണ്ട്? നമുക്ക് മൂത്രാശയ അണുബാധ ചികിത്സിക്കുന്നതിന് ഭാഗമായിട്ട് നമുക്ക് ശരീര പരിശോധനകൾ, പലപ്പോഴും ലാബ് പരിശോധന നടത്താറുണ്ട്. മൂത്രാശയങ്ങൾ അണുബാധയും യൂറിന്റെ കൾച്ചറൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ നമ്മൾ പോകുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അത്തരം അവസ്ഥകൾ ഉണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അവരൊരു യൂറിൻ ടെസ്റ്റ് ചെയ്ത ശേഷം മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് സൊല്യൂഷനും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ സീന്ന് ടൈപ്പ് ചെയ്യാം. മൂത്രാശയ അണുബാധകൾ മിക്കവാറും ആന്റിബയോട്ടിക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞു ഉപയോഗിച്ചിട്ടാണ്. ഇത് പലപ്പോഴും ഇത് വീണ്ടും 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 ആവർത്തിച്ചു വരുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ ആരോഗ്യപരമായിട്ട് നിലനിർത്താൻ വെസ്റ്റീജ് തന്നിരിക്കുന്ന ക്രാൻബെറി, അതുപോലെ നമ്മുടെ പോഷകമായിട്ടുള്ള ധാരാളം ഹെൽത്ത് സപ്ലിമെന്റുകളൊക്കെ നമ്മളെ അതിലേക്ക്, ആ അവസ്ഥയിൽ നിന്ന് രോഗം വരാതിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ, രോഗം വന്നവർക്കുമല്ല, രോഗം വരാതെ സംരക്ഷിക്കാൻ നമുക്ക് നമ്മുടെ കമ്പനി ധാരാളം പ്രോഡക്റ്റ് തന്നുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ നമ്മൾ പോഷകാഹാരങ്ങൾ കഴിക്കണം, വ്യായാമങ്ങൾ ചെയ്യണം, ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തണം. ഇതെല്ലാം നമ്മുടെ സപ്ലിമെന്റുകൾ കഴിക്കുമ്പോൾ, ക്രാൻബെറി കഴിക്കുന്ന ആളുകൾക്കും കൃത്യമായ അളവിൽ ഭക്ഷണം കഴിക്കുക, ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക, ആവശ്യമായിട്ടുള്ള മറ്റു സപ്ലിമെന്റുകൾ ഉപയോഗിക്കുക. ഇതൊക്കെ വഴിയും നമുക്ക് നമ്മുടെ UTIനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയെടുക്കാൻ കഴിയും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് കൂടാതെ
നമുക്ക് എങ്ങനെ മൂത്രനാളി അല്ലെങ്കിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു? മൂത്രം നമ്മൾ ശരീരത്തിൽ നിന്ന് ഒരു ഡ്രെയിനേജിങ് സംവിധാനത്തിലൂടെയാണ് നമ്മൾ വേസ്റ്റ് പുറത്തേക്ക് വരുന്ന ഡ്രെയിനേജിങ് ഇത് ഈ മാലിന്യങ്ങളാണ് പലതരത്തിലുള്ള നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ധാരാളം നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളുണ്ട്. ഈ മാലിന്യങ്ങൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിച്ചാലും അറിഞ്ഞോ അറിയാതെയോ ഭക്ഷണത്തിലൂടെ, വെള്ളത്തിലൂടെ, വായുവിലൂടെ നമുക്ക് ധാരാളം നമ്മുടെ ശരീരത്തിൽ ടോക്സിനുകളുണ്ട്. ഇത് അതുപോലെ തന്നെ ഈ പറയുന്ന കെമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ പുറത്തു പോകാൻ സാധ്യതയുള്ളതും കൂടാതെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന ഇൻഫെക്ഷനുകളും പബ്ലിക് ടോയ്ലറ്റുകളും മറ്റും ഉപയോഗിക്കുന്ന വഴി ഉണ്ടാവുന്ന ഇൻഫെക്ഷനുകൾ നമുക്ക് കൂടുതൽ കൂടുതൽ രോഗത്തിലേക്ക് എത്തിക്കാൻ കാരണമാകുന്നത്. അപ്പൊ നമ്മൾ എന്തെല്ലാം ചെയ്യണം? നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാം. സപ്ലിമെന്റുകൾ ഉപയോഗിക്കുന്ന വഴി ധാരാളം വെള്ളം കുടിക്കുക. പബ്ലിക് ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നവരൊക്കെ അതനുസരിച്ച് ചെയ്യുക. ജലാംശത്തിന്റെ അളവ് എപ്പോഴും നിലനിർത്താൻ നമ്മൾ നിർബന്ധമായിട്ടും ഉറപ്പുവരുത്തുക. നമ്മുടെ ശരീരത്തിൽ എപ്പോഴും അത് അപകടകരമായ അവസ്ഥയിൽ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ലേഡി സഹോദരിമാര് അല്ലെങ്കിൽ നമ്മുടെ അമ്മമാരും എല്ലാവരും എന്താ ചെയ്യുന്നത് വെച്ചാൽ മറ്റെല്ലാ തിരക്കും കഴിഞ്ഞ് മക്കളെ സ്കൂളിലേക്ക് വിട്ട് മറ്റു ജോലികളൊക്കെ കഴിഞ്ഞ് വെള്ളം കുടിക്കാനും മറ്റെല്ലാം മാറ്റിവെച്ച് എല്ലാം കഴിഞ്ഞ് രാവിലത്തെ ഭക്ഷണം ഉച്ചത്തെ ഭക്ഷണം എല്ലാം കൂടെ ഒരുമിച്ച് കഴിച്ച് വെള്ളം കുടിക്കാൻ മറന്നുപോയി ഒടുവിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ വരുന്നവരായി മാറുന്നു. അതുവഴി അവരുടെ ഒരുപാട് ആരോഗ്യത്തെ അത് ബാധിക്കുന്നു. ഇനി അതുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാണ്. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും നമ്മളെല്ലാവരും മുതിർന്ന അംഗങ്ങളാണ്. കണ്ടിന്യൂസ് ആയിട്ട് യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷനുകളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റാതിരിക്കും. അത്തരം അവസ്ഥകൾ ഇല്ലാതിരിക്കണമെങ്കിൽ ചെറിയ രീതിയിലാണെങ്കിൽ പോലും യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ടെങ്കിൽ മൈ ഡിയർ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾ നമ്മുടെ വെസ്റ്റീജിന്റെ ഡിവൈൻ ആയിട്ടുള്ള ക്രാൻബെറി ഉപയോഗിക്കാം. ഇത് കൂടാതെ പലപ്പോഴും ചോദിക്കുന്നുണ്ട് ഇതിന്റെ കൂടെ എന്ത് അഡീഷണൽ ആയിട്ട് നമുക്ക് പറ്റും എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. വൈറ്റമിൻ സി നമ്മൾ കഴിക്കണമെങ്കിൽ വൈറ്റമിൻ സിയുടെ ഉപയോഗം മൂത്രനാളിയിലെ അണുബാധയെ തടയാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഭാഗ്യവന്മാരാ. കാരണം വൈറ്റമിൻ സിയുടെ റിച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഒന്ന് പറയാൻ പറ്റുമോ എന്താണ് ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരു പ്രോഡക്റ്റ് ഉണ്ട്? എന്താണത്? വളരെ കൂടുതലുള്ള ഒരു പ്രോഡക്റ്റ്. എല്ലാവർക്കും കമന്റ് ചെയ്യാം. അംല, ശിവന മാഡം സൂപ്പർ, താങ്ക് യു. സബ്ലിംഗൽ സ്പെറിയിലുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ബീന മാഡം, അംല രണ്ടിലും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഭാഗ്യവന്മാരാ. ഇതൊക്കെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷന്റെ കൂടെ അല്ലെങ്കിൽ ക്രാൻബെറിയുടെ കൂടെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 2 പ്രൊഡക്റ്റുകളാണ് നമ്മുടെ സബ്ലിംഗൽ സ്പ്രേയും അംലയും. വൈറ്റമിൻ സി നമ്മുടെ അസിഡിറ്റി, മൂത്രത്തിലുണ്ടാകുന്ന അസിഡിറ്റി അല്ലെങ്കിൽ വൈറ്റമിൻ സി ഫലപ്രദമായിട്ട് അണുബാധയെ അല്ലെങ്കിൽ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ഒരു കൈ സഹായം കൊടുക്കാൻ ക്രാൻബെറിയുടെ കൂടെ സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രാൻബെറിയുടെ കൂടെ നമുക്ക് ഒന്നുകിൽ സബ്ലിംഗൽ സ്പ്രേ റെക്കമെൻഡ് ചെയ്യാം, അതും അല്ലെങ്കിൽ നമുക്ക് അംല റെക്കമെൻഡ് ചെയ്യാം. അപ്പൊ ഒരേ സമയം നമുക്ക് പഴങ്ങളും പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇന്ന് പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മുടെ പലരും കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പലരും ക്യാപ്സിക്കം, ഓറഞ്ച്, മുന്തിരിയൊക്കെ കഴിക്കുന്നവരുണ്ട്. പക്ഷെ എങ്കിലും ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അംലയോ നമുക്ക് വൈറ്റമിൻ സി സബ്ലിംഗൽ സ്പ്രേയോ നമുക്ക് കൊടുക്കുന്ന വഴി അതിന്റെ ഉപയോഗം മൂത്രത്തിന്റെ ഈ ഒരു പ്രശ്നത്തെ ഇല്ലാതാക്കാം. ഇനി അതുകൂടാതെ തന്നെ ക്രാൻബെറിയിൽ നമ്മുടെ ശരീരത്തിൽ പ്രോബയോട്ടിക്സ് ഭക്ഷണത്തിലൂടെ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഭക്ഷണത്തിലൂടെ അനുബന്ധമായി കഴിക്കുന്ന പ്രയോജനമായിട്ടുള്ള സൂക്ഷ്മാണുക്കൾ. അവിടെയും നമ്മൾ പ്രോബയോട്ടിക്സ് പറയാൻ കാരണം ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട്. പുളിപ്പിച്ച ഭക്ഷണം അല്ലെ, അതിൽ നമ്മൾ പണ്ട് ഉള്ളവരൊക്കെ എന്താണ് പാല്, തൈര് അല്ലെ, തൈര് കഴിക്കാറുണ്ട്, മോര് കഴിക്കാറുണ്ട്, വെണ്ണ കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ നെയ്യ് കഴിക്കാറുണ്ട്. ഇതൊക്കെ പ്രോബയോട്ടിക്സിന്റെ ഒരു റിച്ചസ്റ്റ് കലവറകളാണെങ്കിൽ പോലും നമുക്കിവിടെ അതിനും ഒരു സൊല്യൂഷൻ ഈ നെയ്യ് തേടി നടക്കണ്ട, തൈര് ചിലവർക്ക് പറ്റില്ല, തണുപ്പാണെന്ന് പറയുന്നവർക്കൊക്കെ കോംബയോട്ടിക്സ് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷന്റെ ഗട്ട് ഹെൽത്ത്, കുടലിന്റെ ആരോഗ്യത്തെ കൂടെ നമുക്ക് മെച്ചപ്പെടുത്താൻ കഴിയും.
അപ്പോൾ ദഹനത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്ന വഴി നമുക്ക് എന്ത് പറ്റും? UTIയുടെ പ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ പറ്റും. ക്രാൻബെറി കഴിക്കുന്നു, ക്രാൻബെറി ഇത് തടയാൻ സഹായിക്കുന്നു. ഒപ്പം നമുക്ക് മെച്ചപ്പെട്ട പ്രതിരോധത്തെ കൂട്ടാൻ നമ്മുടെ കോംബയോട്ടിക്സും നേരത്തെ പറഞ്ഞ അമ്ലയും സബ്ലിംഗൽ സ്പ്രേയും നമ്മളെ സഹായിക്കുന്നു. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകണേ. പലപ്പോഴും നമ്മുടെ ശുചിത്വം, പലപ്പോഴും നമ്മൾ ശുചിത്വത്തെ പറയുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് പോകുന്നതുകൊണ്ടെന്ന് തോന്നരുത്. സുരക്ഷിതമായിട്ടുള്ള നമ്മുടെ കുളിമുറികളും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും നമ്മൾ എല്ലാവരും സൂക്ഷിക്കാറുണ്ട്. എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മക്കൾ ആരെങ്കിലും പുറത്തു പോയി വരുന്ന സമയത്ത് യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ, ആ സമയത്ത് നമ്മൾ ദിവസത്തിൽ ഒരു തവണയാണ് വാഷ് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മുടെ മക്കൾ ആരെങ്കിലും പുറത്തു പോയിട്ട് വന്ന് അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും പുറത്തു പോയി വന്നിട്ടുണ്ടെങ്കിൽ അവർ യൂറിനേറ്റ് ചെയ്ത ശേഷമായിരിക്കും നമ്മൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. എങ്കിലും ഈ പ്രവണത അല്ലെങ്കിൽ ഈ അണുബാധ നമുക്ക് തടയാൻ നമ്മുടെ ക്രാൻബെറി സഹായിക്കുന്നു. ഇത് കൂടാതെ തന്നെ നമ്മളെല്ലാം മുതിർന്ന അംഗങ്ങളാണ്. സെക്ഷലി ഉണ്ടാവുന്ന ആ സമയത്ത് ഉണ്ടാകുന്ന ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യത ഉള്ളവരുമുണ്ട്. മൂത്രനാളിയിലെ അണുബാധയ്ക്ക് സാധ്യത ഇങ്ങനെ വരുന്ന സമയത്ത് ഇതിന് അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എല്ലാത്തിന്റെ സ്വകാര്യ നിമിഷങ്ങൾക്ക് ശേഷവും നമ്മളെല്ലാവരും ശുചിത്വം പാലിക്കാൻ, അതുവഴി യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ ഇല്ലാതാക്കാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പലരും ഞാൻ എൻ്റെ പേഴ്സണലി പലരോടും ചോദിക്കുന്നത്, നമ്മൾ വളരെ ക്ലോസ് ആയതുകൊണ്ട് പലരും ചോദിക്കുമ്പോൾ അപ്പൊ ഇതിനിങ്ങനെ സജഷൻ കൊടുക്കാറുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുമ്പോൾ അവർ പിന്നീട് അതിലേക്ക് വരാറുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ക്രാൻബെറി നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകണേ. ഒരു മിനിറ്റ്. ഇനി ഈ ക്രാൻബെറി ഒരു നമ്മുടെ ഡയറ്റിനെ സഹായിക്കുന്ന ഒരു ഇതിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് പ്രിവെന്റ് ചെയ്യാൻ, നമ്മുടെ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ, നമ്മുടെ എല്ലാ തരത്തിലുള്ള മെച്ചപ്പെട്ട ആരോഗ്യത്തെ, യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പല ആരോഗ്യാവസ്ഥയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇതിനെ എല്ലാത്തിനെയും പ്രിവെന്റ് ചെയ്യാൻ ഇതില് ആന്റിബയോട്ടിക്കുകളുടെ സാന്നിധ്യം ധാരാളം കണ്ടുവരുന്നുണ്ട്. നിരന്തരമായിട്ടുള്ള ഇൻഫെക്ഷനുകൾ മേ ബി നമുക്ക് ക്യാൻസറിനോ മറ്റ് സാധ്യതകളിലേക്ക് പോകാൻ കൂടുതലായതുകൊണ്ട് ഇത് വരാതെ നമുക്ക് നമ്മുടെ ഡിവൈൻ ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇനി എങ്ങനെയാണ്, ഒരു 200 പോയിന്റ് പറഞ്ഞുതരാം. ഇത് കൂടാതെ തന്നെ ഒരു 200 പോയിന്റും കൂടി പറഞ്ഞു തരുന്നുണ്ട്. ക്രാൻബെറി നമ്മുടെ എങ്ങനെയൊക്കെ സഹായിക്കുന്നു, പ്രത്യേകിച്ച് നമ്മുടെ വിമൻസ്, സ്ത്രീ സഹോദരിമാരെ എങ്ങനെയാണ് അവരുടെ ഹെൽത്ത് സഹായിക്കും നോക്കാം. ഒന്ന്, അവരുടെ ബാക്ടീരിയൽ ആയിട്ടുള്ള എല്ലാ ഇൻഫെക്ഷനുകളെയും തടയാൻ പറ്റുന്നു. ബ്ലാഡർ ഹെൽത്ത് സഹായിക്കുന്നുണ്ട്. യൂറിനറി ട്രാക്ക് വാൾസ് എന്ന് പറയുന്ന ഏരിയയിലൊക്കെ, അത്തരം സ്ഥലങ്ങളിലെ UTIയുടെ റിസ്ക് കുറയ്ക്കാൻ ക്രാൻബെറി ചെയ്യണം. ഇനി ഇത് കൂടാതെ തന്നെ ബ്ലാഡർ ഹെൽത്ത് ഞാൻ പറഞ്ഞു. ഇനി മെൻസ്ട്രുവേഷൻ ഹെൽത്ത്, കണ്ടിന്യൂസ് ആയിട്ട് യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് ക്രാൻബെറി എന്ത് പറ്റുന്നു, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ആയിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് മെൻസ്ട്രൽ ക്രാംസ് അല്ലെങ്കിൽ നമ്മുടെ പീരീഡ് സംബന്ധമായിട്ടുള്ള വേദനയെ, നിരന്തരമായിട്ടുള്ള യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ, പലതരത്തിലുള്ള പഴുപ്പുകൾ നമുക്ക് യൂറിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. മെൻസ്ട്രൽ ആയിട്ടുള്ള ക്രാംസ് വേദനകൾക്ക് തടയാൻ സഹായിക്കുന്നുണ്ട്. ഇതുകൂടാതെ മെൻസ്ട്രൽ സൈക്കിൾസിനെ നമുക്ക്, നമ്മുടെ യൂറിനേറ്റ് ഏരിയകളൊക്കെ വളരെ ഹൈജീനിക് ആണ്, പ്രത്യേകിച്ച് ഹെൽത്ത് ചലഞ്ചസുകൾ ആ ഭാഗങ്ങളിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ പ്രോപ്പർ ആക്കാൻ, അതുപോലെ പീരീഡ്സ് ഇറഗുലർ ആവാതിരിക്കാൻ, അതിന് വേറെ സപ്ലിമെന്റുകളൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ അതിനെ സഹായിക്കുന്ന ഒരു ഘടകങ്ങളാണ് ഇതിൽ പറയുന്നത് PMS. ഇത് കൂടാതെ ഫെർട്ടിലിറ്റി, പ്രത്യേകിച്ച് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു, നമ്മളെല്ലാവരും മുതിർന്ന കുട്ടികളുള്ള അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന മക്കളുള്ളവരാണ്.
ഇത്തരം നിരന്തരമായിട്ടുള്ള യൂറിനൽ ട്രാക്ട് ഇൻഫെക്ഷൻ നമ്മുടെ ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന സാധ്യതകളെ കുറയ്ക്കാൻ സാധ്യത കൂടുതലാണ്. ഇൻഫെക്ഷനുകൾ നിരന്തരം സ്വകാര്യ ഭാഗങ്ങളിൽ വരുന്നത് വഴി. അപ്പൊ ക്രാൻബെറി ഫെർട്ടിലിറ്റിനെ സഹായിക്കുന്നു. കാരണം ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവുന്നില്ല, പ്രൈവറ്റ് ഏരിയകളൊക്കെ വളരെ ഹൈജീനിക് ആയിട്ട് എപ്പോഴും ഉണ്ടാവും. അതുവഴി അവരുടെ ഫെർട്ടിലിറ്റിയുടെ പോസിബിലിറ്റി എപ്പോഴും, അതുപോലെ റീപ്രൊഡക്റ്റീവ്, നമ്മുടെ അടുത്ത തലമുറ അല്ലെങ്കിൽ അടുത്ത ജനറേഷനിലേക്ക് പോകാനുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നു. ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ സീന്ന് ടൈപ്പ് ചെയ്യാം. ഇതുവരെയും ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ സി ടൈപ്പ് ചെയ്യൂ. ബീന മാഡം താങ്ക് യു. ഓക്കെ, അലിമ മാഡം താങ്ക് യു. ഇനി ഞാൻ പേര് വായിക്കുന്നില്ല. ഇനി നമുക്ക് അതേപോലെ എങ്ങനെയാണ് അടുത്തതിലേക്ക് പോകണം. മറ്റു തരത്തിലുള്ള ഇൻഫെക്ഷൻ പലതും വരാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാ മുതിർന്ന അംഗങ്ങളാണ് അതുമായി വെജൈനൽ ആയിട്ടുള്ള ഇൻഫെക്ഷനുകളെ തടയാൻ ആർക്ക് പറ്റുന്നുണ്ട്? ക്രാൻബെറി നമ്മളെ ഒരു തരത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ഇൻഫ്ലമേഷൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഇത്തരം യൂറിനൽ ട്രാക്ട് ഇൻഫെക്ഷനുകളെ അമ്മമാർക്ക് ഫീഡിങ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മിൽക്ക് പ്രൊഡക്ഷനെ കുറയ്ക്കാൻ കാരണമാവുന്നുണ്ട്. ധാരാളം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നവർക്ക് എന്തു പറ്റും? ഇൻഫെക്ഷനുകൾ നിരന്തരം വരുന്നത് വഴി അവരുടെ ആരോഗ്യത്തിന് കുറച്ച് പുറകിലേക്ക് വരുന്നത് വഴി എന്തു പറ്റും? പാലുൽപാദനം, മാതൃത്വം, ആ അമ്മിഞ്ഞപ്പാൽ എന്ന് പറയുന്ന കുറയാൻ സാധ്യത കൂടുതലുണ്ട്. അങ്ങനെ ഈ ഇൻഫെക്ഷനെ നമുക്ക് പരിഹരിക്കുന്ന വഴി നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷൻ, അമ്മപ്പാല് കൂട്ടാൻ ക്രാൻബെറി സഹായിക്കുന്നുണ്ട്. അതായത് ഇൻഫെക്ഷൻ തടയാനാണ് കാരണമെങ്കിലും നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള കുറെ ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. ഇനി അടുത്തതാണ് മെനോപോസ്. നമുക്ക് പീരീഡ്സിന്റെ അവസാന കാലഘട്ടങ്ങളിൽ ഉണ്ടാവുന്ന മെനോപോസുമായി ബന്ധപ്പെട്ടുള്ള ഫ്ലഷുകൾ, നൈറ്റ് സെപ്റ്റ്, രാത്രി കാലങ്ങളിൽ പോലും അമിതമായിട്ടുള്ള വിയർക്കുക, വെജൈനലായിട്ടുള്ള ഏരിയകളൊക്കെ വല്ലാത്ത ഡ്രൈനെസ് ഫീൽ ചെയ്യുക. കാരണം ഇൻഫെക്ഷനുകളൊക്കെ വരുമ്പോൾ ഇത്തരം ഡ്രൈനെസ് ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. ഇതുകൂടാതെ ബോൺ ഹെൽത്തിനെ അറിഞ്ഞോ അറിയാതെയോ ക്രാൻബെറി സഹായിക്കുന്നുണ്ട്. നമ്മുടെ കാൽഷ്യം അബ്സോർപ്ഷൻ, നമുക്ക് കാൽഷ്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. കാൽഷ്യം അബ്സോർപ്ഷന് ക്രാൻബെറി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിന്റെ പാർട്ട്ണർ ആയിട്ടുള്ള അമ്ല, വൈറ്റമിൻ സിയും കൂടെ ആകുമ്പോൾ ഒരുമിച്ച് കാൽഷ്യത്തെ, നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ബോൺ ഹെൽത്തിനും നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറുതരത്തില് ക്രാൻബെറി ഉപയോഗിക്കാം. ഇനി ജനറൽ ഹെൽത്തിലേക്ക് പോവാണ്. ഇതേപോലെ ഒരു സ്ത്രീ അല്ലെങ്കിൽ സഹോദരിമാർ, ഇതൊക്കെ സ്ത്രീ സഹോദരിമാർക്ക് വേണ്ടി മാത്രമല്ല, കോമൺ UTI, യൂറിനൽ ട്രാക്ട് ഇൻഫെക്ഷൻ, ആർക്കും ഇത് റെക്കമെൻഡ് ചെയ്യാം. പക്ഷെ വുമൺസ് ഹൈജീനിക് കാറ്റഗറിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത്. നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ ക്രാൻബെറി ഒരു ആന്റിബൈക്രൽ ആയിട്ട് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ഒന്ന് സഹായിക്കാൻ, ഇമ്മ്യൂണിറ്റി സിസ്റ്റം ശരിയാക്കി എടുക്കാൻ വേറെയും പ്രോഡക്റ്റുകളുണ്ട്, എങ്കിലും ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ കറക്ഷൻ ചെയ്യാൻ ക്രാൻബെറി നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഡൈജസ്റ്റീവ് ഹെൽത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു, ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ, അതുപോലെ ദഹനവുമായി ബന്ധപ്പെട്ട ഗട്ട് ബാക്ടീരിയ, കുടലിലെ നല്ല ബാക്ടീരിയയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ ആരെ കൊണ്ട് പറ്റുന്നുണ്ട്? ക്രാൻബെറി സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു അഡീഷണൽ ബെനിഫിറ്റ്സിലേക്ക് പോവാണ്. എന്ന് വെച്ചാൽ മേ ബി ക്യാൻസർ ഒന്നും വരാതിരിക്കട്ടെ, ക്യാൻസറിന്റെ റിസ്കുകൾ ക്രാൻബെറിയോടെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. പല പഠനങ്ങളും പറയുന്നുണ്ട് ക്രാൻബെറിയുടെ സെർട്ടൻ ക്യാൻസേഴ്സ്, എല്ലാ തരത്തിലുമല്ല, പക്ഷെ നമ്മുടെ ആവശ്യമായിട്ടുള്ള, നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്, ഹെൽത്ത് സപ്ലിമെന്റുകൾ വിവിധ തരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വഴി നമുക്ക് നമ്മുടെ രോഗങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസറും ഓവറൈൻ ക്യാൻസറും സെർവിക്കൽ ക്യാൻസർ പോലെയൊക്കെ വരുന്നതിന് മുമ്പേ തടയാൻ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഒരു ക്രാൻബെറി എന്ന പ്രോഡക്റ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻസ്, നമ്മളൊക്കെ ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ ന്യൂട്രാസ്യൂട്ടിക്കലിന്റെ എല്ലാ ബെനിഫിറ്റ്സിലെ കുറേയേറെ ബെനിഫിറ്റ്സ് നമുക്ക് ക്രാൻബെറി നമ്മളെ സഹായിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ
UTI പ്രിവെന്റ് ചെയ്യുന്നതും ബ്ലാഡർ ഹെൽത്തിനെ വർദ്ധിപ്പിക്കുന്നതിനും മെൻസ്ട്രൽ സൈക്കിളിനെ കറക്റ്റ് ആക്കാനും ഇമ്മ്യൂണിറ്റിനെ ശരിയാക്കിയെടുക്കാനും ദഹന പ്രക്രിയ ശരിയാക്കാനും ഹാർട്ടിന്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മുടെ ബോൺ ഹെൽത്തിനെ ഇതാക്കാനും ഓസ്റ്റിയോപൊറോസിസ് കാരണം നമ്മുടെ നിരന്തരമായിട്ടുള്ള ഇൻഫെക്ഷൻ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് വഴി നമുക്ക് മേ ബി കാൽഷ്യം അബ്സോർപ്ഷൻ കുറഞ്ഞു നേരത്തെ പറഞ്ഞു ഓസ്റ്റിയോപൊറോസിസ് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഓസ്റ്റിയോപൊറോസിസിനെ വരാതെ സംരക്ഷിക്കാൻ ഒരു കാരണക്കാരൻ നമ്മുടെ ക്രാൻബെറി നമ്മളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഓവറോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ധാരാളം ബെനിഫിറ്റ്സ് നമുക്കുണ്ട്. അതുപോലെ കണ്ണിന്റെ ആരോഗ്യത്തെ കുറച്ചുകൂടി ഇതാക്കാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചു. സ്കിൻ ഹെൽത്ത്, നമ്മുടെ തൊലി സ്കിന്നിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ, അതുവഴി മുടിയുടെ വളർച്ച നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാൻ, ഇതെല്ലാത്തിനും അതുപോലെ അനിമിക് ആവുന്നത് സാധ്യത കുറയ്ക്കാനും എല്ലാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ബ്ലാഡർ കൺട്രോൾ, ബ്ലാഡറിന്റെ മൂത്രമൊഴിക്കാനുള്ള അല്ലെങ്കിൽ ആ ഏരിയയിൽ ഉണ്ടാകുന്ന മൂത്രസഞ്ചിയുടെ ബ്ലാഡറിന്റെ ശക്തി വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ അതിന്റെ ബലം കൂട്ടാൻ നമുക്ക് ഓൾറെഡി വേറൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ബ്ലാഡർ ഹെൽത്തിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ, ബ്ലാഡറുമായിട്ടുള്ള കണക്ട് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും സ്ഥലത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന ക്യാൻസറിനെയൊക്കെ തടയാനും കിഡ്നിയുടെ ഫംഗ്ഷനൊക്കെ മെച്ചപ്പെടുത്താനും നമുക്ക് ആരെ കൊണ്ട് പറ്റും? നമ്മുടെ ക്രാൻബെറി എന്ന പ്രോഡക്റ്റ് നമ്മളെയധികം വളരെയധികം സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ സീന്ന് ടൈപ്പ് ചെയ്യൂ. യെസ് ഷക്കീല മാം, താങ്ക് യു. ഉഷ മാഡം, താങ്ക് യു. യെസ്, അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ എന്തെല്ലാം അടങ്ങിയുണ്ട്, ഈ ക്രാൻബെറിയിൽ എന്തെല്ലാം ഉണ്ടെന്നും കൂടെ നമ്മൾ നോക്കണ്ടേ. വൈറ്റമിൻ സി ക്രാൻബെറിയിൽ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇത് കൂടാതെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ഹെൽത്ത് ചെയ്യാനും അയൺ, നേരത്തെ കാൽഷ്യത്തെ പറഞ്ഞ പോലെ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ അയൺ അബ്സോർഷൻ, നമ്മൾക്ക് ഫോളിക് ആൻഡ് പ്ലസ് എന്ന പ്രോഡക്റ്റ് നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ അയൺ അബ്സോർഷനെ സഹായിക്കാൻ ഇതിൽ വൈറ്റമിൻ സിയും ഉണ്ട്. ഇനി വൈറ്റമിൻ ഇ ഇതിലുണ്ട്. ഈ വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന സെൽസിന്റെ ഡാമേജിനെ തടയാൻ സഹായിക്കാൻ വൈറ്റമിൻ ഇ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് കൂടാതെ വൈറ്റമിൻ കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്രാൻബെറിയിൽ വൈറ്റമിൻ കെ ഉണ്ട്. ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള ബ്ലഡ്, നമുക്ക് ആവശ്യത്തിന് മുറിവുണ്ടായാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യണം. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കാൻ ആവശ്യമുള്ള വൈറ്റമിൻ കെ ക്രാൻബെറിയിലുണ്ട്. ക്ലിയർ? അതുകൂടാതെ തന്നെ വൈറ്റമിൻ B6 ഉണ്ട്. ഇത് നമ്മുടെ എനർജി, ഇവിടെ ഇരിക്കുന്ന ഷാജി സാർ ആയിക്കോട്ടെ, ഉഷ മേഡം ആയിക്കോട്ടെ, അരുണ മേഡം ആയിക്കോട്ടെ, സുരേഷ് സാർ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, വൈറ്റമിൻ B6 കിട്ടുന്ന വഴി നമുക്ക് ഒന്നും കൂടെ നമ്മുടെ ബോഡീനെ ഒരു പ്രോസസ് ഒന്നും കൂടെ ആക്റ്റീവ് ആക്കി എടുക്കാൻ, നമ്മുടെ എനർജിയുടെ ലെവല് കൂട്ടാൻ, നമ്മുടെ ഞരമ്പുകളുടെ നെർവ്സിന്റെ ഫങ്ഷനെ ഒന്നുകൂടെ ഇംപ്രൂവ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? ക്രാൻബെറിയെ കൊണ്ട് പറ്റും. ഇനി ഇതിൽ കൂടാതെ മിനറൽസ് ഉണ്ട്. ക്രാൻബെറിയിൽ മിനറൽസ് ഉണ്ട്. മാംഗനീസ്, ഇത് എന്താ ചെയ്യുന്നത്? നമ്മുടെ മുറിവുകൾ ഉണങ്ങാൻ സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ബ്ലഡിനെ ഹെൽത്തിനെ സഹായിക്കുന്നുണ്ട്. കോപ്പർ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ടിഷ്യൂ, കോശങ്ങളും കലകളും ടിഷ്യൂ അല്ലെ, ഇതിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ, അതിന്റെ എനർജി, കോശങ്ങളുടെ വളർച്ചയും അതുമായിട്ടുള്ള എനർജി ചാർജ് ചെയ്യാൻ, പരസ്പരം ഒരു കോശം നശിക്കുമ്പോൾ മറ്റൊരു കോശം വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ, ആ ഒരു സ്പീഡായിട്ട് ആ വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ആ എനർജി വരാൻ, അല്ലെങ്കിൽ കോശം ടിഷ്യൂ വളരാൻ ആര് സഹായിക്കുന്നുണ്ട്? ഇതിലെ കോപ്പർ എന്ന കണ്ടന്റ് സഹായിക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ വളരെ നേരിയ അളവ് കേട്ടോ, നമ്മുടെ ശരീരത്തിന് വളരെ ആവശ്യമായ നേരിയ അളവിലാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്നുണ്ട്. പൊട്ടാസ്യം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷനെ സഹായിക്കുന്നുണ്ട്. ഹാർട്ടിന്റെ ഫങ്ഷനെ പൊട്ടാസ്യം സഹായിക്കുന്നത്.
ഇത് കൂടാതെ ഫോസ്ഫറസ് ഉണ്ട്. ഫോസ്ഫറസ് നമ്മുടെ ബോഡിയുടെ നേരത്തെ പറഞ്ഞ പോലെ പ്രോസസ്സുകളെ സഹായിക്കാൻ എസെൻഷ്യൽ ആയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ആന്റി ഓക്സിഡന്റുകൾ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഫ്ലാവനോയിഡ്സ് ഉണ്ട്, ടെന്നിസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ഇപ്പൊ നമുക്ക് മോൻ ഇവിടെ വന്നേ അപ്പൊ എന്താന്ന് ചോദിച്ചതാ. ഓക്കെ, അപ്പൊ നമുക്ക് ധാരാളം നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതുവഴി നമ്മുടെ UTIനെ പരിഹരിക്കാൻ, ഇൻഫെക്ഷനുകളെ പരിഹരിക്കാൻ നമുക്ക് കഴിയും. അപ്പൊ ക്രാൻബെറി ബാക്ടീരിയൽ ആയിട്ടുള്ള ഇൻഫെക്ഷനെ തടയാനുള്ള സഹായം കൊടുക്കുന്നു. ഇനി ഇത് കൂടാതെ തന്നെ പുരുഷന്മാർക്ക് UTI വരുന്ന സമയത്ത് അവര് പ്രോസ്റ്റേറ്റ് കെയർ അല്ലെ, അതിന്റെ ഒരു പ്രോഡക്റ്റ് വേറെ ഉണ്ട്. പക്ഷെ പ്രോസ്റ്റേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസർ റിസ്കുകൾ കുറയ്ക്കാൻ, കാരണം നിരന്തരം യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റിന് അവിടെ ഇൻഫെക്ഷൻ വരികയും പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ വരുന്നത് ഇല്ലാതാക്കിയെടുക്കാൻ പ്രോസ്റ്റേറ്റ് ഹെൽത്തിന് നമ്മുടെ ക്രാൻബെറി സഹായിക്കുന്നുണ്ട്. അപ്പൊ നോക്കൂ, നമ്മൾ തുടങ്ങുമ്പോൾ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ എന്ന് പറയുന്ന മൂത്രത്തിൽ പഴുപ്പ് എന്ന് വളരെ ജനറൽ ആയിട്ട് പറഞ്ഞാൽ പോലും ക്രാൻബെറി നമ്മളെ ഏതെല്ലാം തരത്തില് നമ്മളെ ഗുണത്തിലേക്ക് എത്തിക്കുന്നു എന്നാണ്. ഇത് കൂടാതെ പുരുഷന്മാരുടെ ബ്ലാഡർ കൺട്രോൾ അല്ലെങ്കിൽ ബ്ലാഡറിന്റെ മസിൽസിന്റെ ശക്തി കൂട്ടാൻ ഇതിന് കഴിയുന്നുണ്ട്. ഇത് കൂടാതെ കിഡ്നി സ്റ്റോണുകൾ വരാതാവാൻ, വന്നവരുടെ കേസല്ല, വരാതിരിക്കാൻ, അതിനെ പ്രിവെന്റ് ചെയ്യാൻ, കിഡ്നിയുടെ സ്റ്റോൺ ഫോർമേഷൻ അല്ലെങ്കിൽ രൂപാന്തരപ്പെടുക അല്ലെങ്കിൽ വളരാൻ അല്ലെങ്കിൽ വരിക, അതിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ലോ BP അല്ലെ, പലപ്പോഴും കൊളസ്ട്രോള്, ലോ BP ഇതൊക്കെ വരാറുണ്ട്. ഈ ലോ BP വരാതാവാൻ സഹായിക്കുന്ന ക്രാൻബെറി നമ്മളെ സഹായിക്കുന്നുണ്ട്. കൊളസ്ട്രോൾ ലെവൽ നമുക്ക് ഓൾറെഡി ഫ്ലാക്സിഡ് ഓയിലും ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളത് കഴിക്കുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് അതിനോടൊപ്പം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കൊളസ്ട്രോൾ ഇല്ലാതാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ മാനേജ് ചെയ്യുന്നു, കൊളസ്ട്രോൾ ലെവൽ ബാലൻസ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റാൻ ഇത് പറ്റുന്നുണ്ട്. ഇനി ക്രാൻബെറി നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോ കൂട്ടിത്തരുന്നുണ്ട്. നമ്മുടെ ക്രാൻബെറി കഴിക്കുന്നത് വഴി ബ്ലഡിന്റെ ഫ്ലോ കൂട്ടുക. ക്ലിയർ? ഇനി ഇത് കൂടാതെ നേരത്തെ ഒരിക്കൽ പറഞ്ഞു തന്നെയാണ്, ദഹനത്തെ പൂർണ്ണമായിട്ടും സഹായിക്കാൻ പറ്റുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ഒരുപാട് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ ധാരാളം ഉണ്ട്. ഇതിനെ ഹെൽപ്പ് ചെയ്യുക, ഞാൻ പരിഹരിക്കുന്ന പറയില്ല, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സഹായിക്കാൻ പറ്റും. എല്ലാം മാറ്റണം എന്നല്ല, പക്ഷെ ഒരു സഹായം കൊടുക്കാൻ ക്രാൻബെറി സഹായിക്കുന്നുണ്ട്. കണ്ണിന്റെ ആരോഗ്യത്തെ, വിഷൻ, നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള കാഴ്ച ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ കണ്ണ് മങ്ങുന്ന അല്ലെങ്കിൽ കാഴ്ച മങ്ങുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്, അത്തരം റിസ്കുകളിലേക്ക് പോകാതിരിക്കാൻ ക്രാൻബെറി നമ്മളെ സഹായിക്കുന്നതിന് കാരണം ധാരാളം വൈറ്റമിൻ C ഇതിൽ അടങ്ങിയത് കൊണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു, അതിന്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് വൈറ്റമിൻ C കൊടുക്കുന്നത് വഴി കൂടുതൽ നമുക്ക് മെച്ചപ്പെടാൻ പറ്റും. ഇനി നമ്മുടെ എല്ലാവരും നഖത്തിന്റെ ആരോഗ്യത്തെ കുറച്ചുകൂടി ഭംഗിയായിട്ടുള്ള, പലർക്കും നഖം പൊട്ടാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്, നഖത്തിന്റെ ആരോഗ്യത്തെ പോലും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ലിവർ ഫങ്ഷൻ അല്ലെ, ലിവർ ഫങ്ഷൻ പ്രോപ്പർ ആക്കി എടുക്കാൻ, അല്ലെങ്കിൽ ഡിസീസുകൾ വരാതിരിക്കാൻ, വന്നവരുടെ കേസല്ല പറയുന്നത്, ലിവറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഡിസീസുകൾ വരുന്നത് ഇല്ലാതാക്കാൻ പറ്റും. ഇനി ബ്ലഡ് ഷുഗർ, പലർക്കും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ട്. ഷുഗർ കൺട്രോൾ ചെയ്യാൻ, ഡയബറ്റിക്കുമായിട്ടുള്ള റിസ്കുകൾ ഇല്ലാതാക്കിയെടുക്കാൻ, ഞാൻ പറഞ്ഞത് വന്നവരുടെ അല്ല, ആ സാധ്യതകൾ വരാതാക്കാൻ, ഇതെല്ലാം വെൽനസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും രോഗം വരുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് രോഗം വരാതിരിക്കാൻ, നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സൗഹൃദ വലയത്തിലോ നമ്മുടെ അയൽവാസികൾക്കോ ഒക്കെ രോഗം വരാതെ സംരക്ഷിക്കാനാണ് വെസ്റ്റീജ് ഇത്രയും ഡിവൈൻ ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്നത്. ഇനി അത് തെറാപ്പറ്റിക്കൽ എഫക്റ്റ് ആയിട്ട് നമുക്ക് അടുത്ത ഒരുപക്ഷെ നമ്മുടെ ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് വഴി മാറ്റങ്ങൾ, ധാരാളം റിസൾട്ട് ഉള്ളവരുണ്ട്. ഒരുപാട് എണ്ണിയാൽ തീരാത്ത റിസൾട്ട് ഉള്ള ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നുണ്ട്, മോളെ പിന്നെ വിളിക്കാം.
മോള് വിളിച്ചതാട്ടോ, സോറി, ഒന്നും തോന്നരുത്. ഓക്കെ, നമ്മുടെ മസിൽ ഫങ്ഷനെ സഹായിക്കാൻ, അതേപോലെ കാർഡിയോവാസ്കുലർ ഞാൻ പറഞ്ഞു, മസിൽ ഫങ്ഷനെ പ്രോപ്പർ ആക്കാൻ, മസിൽ ക്രാംസ് ഒക്കെ നമുക്ക് പരിഹരിക്കാനൊക്കെ, ജോയിന്റ് ഹെൽത്തുകളെയൊക്കെ പരിഹരിക്കാൻ. അപ്പൊ ധാരാളം ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് നമ്മുടെ ഒരു സപ്ലിമെന്റ് കഴിക്കുന്ന വഴി നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് ധാരാളം ബെനിഫിറ്റ്സുകൾ വെസ്റ്റീജ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി എന്തെങ്കിലും ഇതുമായിട്ട് മനസ്സിലാവാതെ പോയിട്ടുണ്ട്, ഏതെങ്കിലും പാർട്ട് മനസ്സിലാവാതെ പോയിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല എവിടെയെങ്കിലും മനസ്സിലാവാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ, നിങ്ങൾക്ക് ആരെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകൂടെ ആവർത്തിക്കാം. ചില പോയിന്റുകൾ മാത്രം, എല്ലാം ഇല്ല. നമുക്ക് UTI വഴി നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന പൂറായിട്ടുള്ള ഹൈജീനിക്, നമ്മുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിലോട്ടുള്ള ഹൈജീനിക് കുറയുന്ന വഴി അത് കറക്റ്റ് ആക്കാനും, അല്ലെങ്കിൽ അതിന് നമുക്ക് ഹൈജീനിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വേറെ ഉണ്ട്. നമുക്ക് നമ്മുടെ ഡ്യൂ ഗാർഡൻ സാനിറ്ററി പാഡുകളും, അതേപോലെ തന്നെ ഡ്യൂ ഗാർഡന്റെ ഇന്റിമേറ്റ് വാഷ് ഒക്കെ നമ്മുടെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ വാഷ് ചെയ്യാനൊക്കെ പ്രിയപ്പെട്ട ലേഡി സഹോദരിമാർക്ക് ഉപയോഗിക്കുന്ന വഴി ഇത്തരം ഇൻഫെക്ഷൻ മേ ബി ഏതെങ്കിലും തരത്തിൽ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് പാർട്ട് തന്നെ നമുക്കിപ്പോൾ നമ്മുടെ മക്കളൊക്കെ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അവർക്കൊക്കെ അവരുടെ ബാഗിൽ ഏതെങ്കിലും പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഇത് നമ്മുടെ ഇന്റിമേറ്റ് വാഷ് ഒക്കെ ഉപയോഗിക്കുന്ന വഴി ആ ഒരു സമയത്തെങ്കിലും നമുക്കത് അത്തരം വാഷ് ചെയ്യുന്നത് വഴി ഇല്ലാതാക്കി എടുക്കാൻ പറ്റാൻ നമുക്ക് ധാരാളം നമ്മുടെ ഹൈജീനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ വെസ്റ്റീജ് ക്രാൻബെറി എന്ന പ്രോഡക്റ്റ് നമ്മളെ സഹായിക്കുന്നത്. ഇനി ഇതിലെ ഡിമോനൂസ് എന്നൊരു ഏരിയ ഞാൻ പറഞ്ഞിരുന്നു, അതൊന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ഡീപ്പായിട്ട് വേണമെങ്കിൽ നോക്കണമെങ്കിൽ നോക്കാം. വേണോ? ഡിമോനൂസ്, ഒരു മിനിറ്റ്. ഡിമോനൂസ് എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? കോമൺലി സ്ത്രീകളുടെ UTI പരിഹരിക്കാനാണ്, ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇത് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്തത്, ഒന്നും തോന്നരുത്. ഇനി നമുക്ക് എയർലി, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബെസ്റ്റ് വർക്ക് എന്ന് പറയില്ലേ, UTIന് ഒരു ബെസ്റ്റ് വർക്കായിട്ട് ഈ ഡിമോനൂസ് സേഫ് ആയിട്ടും ലോങ് ടേം ആയിട്ടും ഡിമോനൂസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡിമോനൂസ് ടോപ്പ്. അപ്പോൾ അതുകൂടെ തന്നെ നമ്മുടെ മൈൽഡ് ആയിട്ടുള്ള ബാക്ടീരിയ ഇൻഫെക്ഷനുകളൊക്കെ വരുമ്പോൾ തന്നെ പരിഹരിക്കാം. ബ്ലാഡറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മൈൽഡ് ആയിട്ടുള്ള ബാക്ടീരിയകളൊക്കെ ഇൻഫെക്ഷനുകളെ പരിഹരിക്കാൻ സേഫ് ആണ് ഈ ഒരു പ്രോഡക്റ്റ്. നമ്മുടെ ലോങ് ടേമിൽ ഉപയോഗിക്കുന്ന വഴിയും നമുക്ക് സേഫ് ആയിട്ട് ഈ ക്രാൻബെറി നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് ആന്റിബയോട്ടിക്കുകളുടെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ക്രാൻബെറി നമ്മുടെ ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ യൂറിനൽ ട്രാക്ക് ഇൻഫെക്ഷൻ പരിഹരിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഇതുപോലെ വേദനകൾ അനുഭവിക്കുന്ന ധാരാളം പേര് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അവർക്കൊക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ വേദന അകറ്റാൻ, അവരുടെ ആരോഗ്യത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഈ ഒരു ക്രാൻബെറി എന്ന പ്രോഡക്റ്റ് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന വഴി ഇനി ആരൊക്കെ ഉപയോഗിച്ചുള്ളവരൊക്കെ ചാറ്റ് ബോക്സിൽ യു എന്ന് ടൈപ്പ് ചെയ്യൂ. ഇനി ഉപയോഗിച്ചവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ യു എന്ന് ടൈപ്പ് ചെയ്യൂ. ഉപയോഗിച്ചവര് ഈ ക്രാൻബെറി എന്ന് തസ്ലീന മാഡം ഉപയോഗിച്ചിട്ടുണ്ട്, ലൈല മാഡം ഉപയോഗിച്ചിട്ടുണ്ട്, ഓക്കെ, മുംതാസ് മാഡം ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഡോസേജ് 1 മുതൽ 2 ക്യാപ്സൂൾ ഡെയിലി കഴിക്കാം. ഓക്കെ, ഇതിന്റെ ഡോസേജ് അങ്ങനെയാണ്. ഓക്കെ, ധാരാളം പേര് ഓക്കെ, സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ചോദ്യം, ഇത്രയും നമ്മൾ ഇതുവരെ ക്രാൻബെറി നമ്മൾ പല ക്ലാസ്സുകളും പല ട്രെയിനിങ് സെഷനുകളും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഇനി ആർക്കൊക്കെ ഉപയോഗിക്കാൻ തോന്നി ഇത് കേട്ടപ്പോൾ? ഈ ക്രാൻബെറിക്ക് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗുണങ്ങളുണ്ട്, ക്രാൻബെറി ഇനി നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വത്സല മേഡം അച്ഛന് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ റെഡിയാണ്? ഇത് നാളെ നമ്മുടെ എല്ലാ DLCPകളിലൊക്കെ അവൈലബിൾ ആണ്. ആരൊക്കെ പുതിയതായിട്ട് വാങ്ങാൻ റെഡി ആയവരൊക്കെ ആരൊക്കെ റെഡിയാണ്?
ആരൊക്കെ റെഡി ആയവരൊക്കെ ചാറ്റ് ബോക്സിൽ ആർന്ന് ടൈപ്പ് ചെയ്യൂ. ലീഡേഴ്സ് നോക്കി വെച്ചോളൂ കേട്ടോ. നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ഒക്കെ ആർന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അവരെ നിങ്ങൾ DLCP-യുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒന്ന് സഹായിച്ചു കൊടുക്കൂ. യെസ്, ഫാത്തിമ മാഡം ഒക്കെ റെഡിയാണ്, ശ്രദ്ധിച്ചോളൂ. അപ്പൊ ധാരാളം പേര് നാളെ മുതൽക്ക് വാങ്ങാൻ പർച്ചേസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. അവരെയൊക്കെ ഈ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഇന്നോ നാളെ ആയിട്ട് ആരൊക്കെ അറ്റൻഡ് ചെയ്തവരൊക്കെ വാങ്ങാൻ റെഡിയായി വരും. ആഗ്രഹമുള്ളവർക്കൊക്കെ എല്ലാ ലീഡേഴ്സും പരസ്പരം സഹായിച്ചുകൊണ്ട് വെസ്റ്റീജിന്റെ ഡിവൈൻ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മുടെ DLCP-ന് നാളെ മുതൽ കാലിയാക്കണം. ഓക്കെ, യെസ്, ഒരുപാട് പേരുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ഇന്നത്തെ സെഷൻ നമ്മളൊരു 9:40 എടുത്തത്. 1 hour എടുക്കണം എന്നുള്ളതായിരുന്നു. മാക്സിമം ഞാൻ അത് കവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഒരുപാട് സമയം എല്ലാവരെയും കൂടി ഇതിലിരുത്തുമ്പോഴും ബുദ്ധിമുട്ടാണ്. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആക്റ്റീവ് ഗ്രോയിങ് ലീഡറെ കണക്ട് ചെയ്യുക. അവര് വളരെ നോളജ് ആയിട്ടുള്ള വ്യക്തികളാണ്. അവരോട് ചോദിക്കുക, സംശയങ്ങളൊക്കെ മനസ്സിലാക്കുക. താങ്ക് യു സോ മച്ച്. ഇനി വേറെ എന്തെങ്കിലും? അപ്പൊ അടുത്ത സെഷൻ നമ്മൾ വീണ്ടും അടുത്ത തിങ്കളാഴ്ച വേറൊരു പ്രോഡക്റ്റുമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഈ അവസരം ഒരുക്കി തന്ന വെസ്റ്റീജ് മാനേജ്മെന്റും എന്നെ വെസ്റ്റീജുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ ക്രൗൺ ഡയറക്ടർ കൂടി ആയിട്ടുള്ള കൃഷ്ണ സാറിനും എന്റെ ടീം മെമ്പേഴ്സിനും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ DUCD, DCD, UCD ലെവലിലിരിക്കുന്ന ക്രൗൺ ആൻഡ് എബോ ലീഡേഴ്സും ഇന്ന് പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവർക്കും വെസ്റ്റീജിലൂടെ സമ്പത്തും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വിഷ് യു വെൽത്ത്. താങ്ക് യു അച്ചു സാർ. വണ്ടർഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു നമുക്ക് തന്നിരിക്കുന്നത്. ക്രാൻബെറി എന്ന ആ ഒരു പ്രോഡക്റ്റിനെ കീറി മുറിച്ച് എല്ലാ ഭാഗങ്ങളും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് 1ഉം 2ഉം 3ഉം പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്ന അച്ചു സാറിന് ഒരുപാട് താങ്ക്സ്. ചാറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എല്ലാവരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഉപയോഗിക്കാൻ താല്പര്യപ്പെട്ടിട്ടുള്ള എല്ലാവരും ഉപയോഗിക്കുക. റിസൾട്ടുകൾ ഷെയർ ചെയ്യുക. നമ്മുടെ ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് ആക്റ്റീവ് ആയിട്ടുള്ള അപ്ലൈനുമായിട്ട് ഇരുന്ന് അതിന്റെ ഡൗട്ട്സ് ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എന്റെ ലീഡർഷിപ്പിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വിഷ് യു വെൽത്ത് ആൻഡ് ഗുഡ് നൈറ്റ്.